അപ്പൊ നമ്മള് ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് തുടങ്ങിയത്. 40 രൂപ ടിക്കറ്റ് ഒരാൾക്ക്, ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടത്. ഈ ഞങ്ങൾ വന്ന ബോട്ടാണിത്. അതിനിപ്പോ തിരിച്ചു പോകാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് ഇതിപ്പോ ഗംഗയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി അവിടെ 1-2 ഒരാശ്രമങ്ങളും കുറച്ച് ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ രാംജൂല, ആ കാണുന്ന നൂൽപ്പാലാണ് രാംജൂല. ആ വഴി കൂടെ കയറി വീണ്ടും തിരിച്ചങ്ങോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഐറ്റിനറി. അപ്പൊ പോവാം. അപ്പൊ നമ്മള് പരമാർത്ഥ നികേതനിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പൊ നമ്മൾ ബോട്ട് ഇറങ്ങി നേരെ നടക്കാണ്. ഈ വഴിയിൽ മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് എല്ലായിടത്തും. പിന്നെ ഇവിടത്തെ ഞാൻ പറഞ്ഞില്ലേ അന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇപ്പോ നവരാത്രി, സ്പ്രിംഗ് ടൈമിൽ നവരാത്രി നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും കാണാം. പിന്നെന്താ, ഒരുപാട് നല്ല നല്ല ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് നല്ല പുസ്തകങ്ങളും ഉണ്ട്. വാവ്, ഓൺ ദ വേ ബാക്ക്. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള രുദ്രാക്ഷമാലകളും മുത്തുമാലകളും നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം. പിന്നെ ഇതാ ഈ ചെറിയ ഒരു ബാഗുകൾ, പല പല തരത്തിലുള്ള ബാഗുകൾ കാണാം. കാണുമ്പോ തന്നെ നല്ല ഭംഗിയല്ലേ. പല പല കുർത്തകൾ കാണാം. ഇതാ ഫ്രണ്ട് പീപ്പിൾ ആർ സ്റ്റാൻഡിങ് ഓൾസോ. ചിലരിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ, അവര് മാറില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സ്ട്രീറ്റില് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നും. കാണാൻ നല്ല ഭംഗിയാ. പിന്നെ വഴി മാറാതെ നിൽക്കുന്ന നമ്മളുടെ ബുള്ളുകളെയും കാണാം. എല്ലാം നല്ല ഭംഗിയുള്ളതാണല്ലോ ഇവിടെ. വേറെ ചോദിച്ചു നോക്കണം. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. 30 മീറ്ററിൽ ലെഫ്റ്റിലാണ് പരമാർത്ഥ നികേതൻ. അവിടെ നമുക്ക് കാണാം. നമ്മൾ എത്തിയിരിക്കുന്നത് ഇനി പരമാർത്ഥ നികേതനിലാണ്. ഇവിടെ ഒരുപാട് മെഡിറ്റേഷന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പരമാർത്ഥ നികേതൻ. അപ്പൊ നമുക്ക് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശിവന്റെ. ഞാൻ അച്ഛൻ വെച്ചത്, ഞാൻ കണ്ണട വെച്ചോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കണ്ണിക്കടിക്കും. കണ്ടില്ലേ ഈ ഭഗവാന്റെ പ്രതിമയും ഹനുമാന്റെ ഏറ്റവും വലിയ പ്രതിമയൊക്കെ ഉണ്ട്. ഈ മുന്നിൽ കാണുന്ന ആ വലിയ ശിവന്റെ പ്രതിമയാണ് നമ്മൾ എപ്പോഴും ഋഷികേശ് എന്ന് പറഞ്ഞ ആദ്യം വരിക. അത് പരമാർത്ഥ നികേതന്റെ തൊട്ട് മുമ്പിലാണ്. പക്ഷെ അമ്പലം പൂട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ഋഷികേശിന്റെ ഫ്ലഡിന്റെ സമയത്ത് കണ്ടിട്ടുള്ള ആ ഒരു ശിവന്റെ പ്രതിമയാണത്. ആ ഫ്ലഡിന്റെ സമയത്ത് എല്ലാം വെള്ളത്തിലായിരുന്നു. അത്രയും ഉയരത്തിൽ വെള്ളം വന്നിരുന്നു എന്ന് ആലോചിക്കാട്ടോ. അപ്പൊ എത്രത്തോളം ഗംഗ എങ്ങനെ ഒഴുകിയിട്ടുണ്ടാവും. നമ്മളിപ്പോ ഉള്ളത് പരമാർത്ഥ നികേതനാണ്. നമ്മൾ കണ്ടല്ലോ, ഇവിടെ 14 ഫീറ്റ് ഉയരമുള്ള ശിവന്റെ പ്രതിമ മുന്നിലുണ്ട്. പിന്നെയുള്ളത് ഇവിടെ എപ്പോഴും യോഗ, അതുപോലെ മെഡിറ്റേഷന്റെ ക്ലാസ്സുകള്, ഈവൻ ബോളിവുഡ് സ്റ്റാർസും അങ്ങനെ ഒരുപാട് പേര് വന്ന് ഇവിടെ എപ്പോഴും ഗംഗാ ആരതി ഉണ്ടാവാറുണ്ട് വൈകുന്നേരങ്ങളിൽ. പ്ലസ് എല്ലായ്പ്പോഴും എന്തെങ്കിലും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും. യോഗ, മെഡിറ്റേഷൻ, ഹിന്ദു ധർമ്മ, അതിനു വേണ്ടിയുള്ള മെഡിറ്റേഷന് പ്രത്യേകിച്ചും ഒരുപാട് പ്രസിദ്ധി കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ഋഷികേശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മെഡിറ്റേഷനും യോഗയുടെയും ആസ്ഥാനമായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഋഷികേശ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാരുണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളതില് ക്രിയായോഗയാണ്. ക്രിയായോഗ, ഗംഗായോഗ, നാട്ടയോഗ, അങ്ങനെ പല തരത്തിലുള്ള യോഗയുടെ തന്നെ പല ബ്രാഞ്ചുകൾ. അതുപോലെ മെഡിറ്റേഷൻ, അതിനുവേണ്ടി ഏറ്റവും പേര് കേട്ടതാണ്
എപ്പോഴും തിരക്കുകളും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്ന് നമുക്ക് റൂം എടുത്തും താമസിക്കാം. ആ ഇവിടെ എല്ലാം ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലോകം തന്നെയാണ്, ഇതിനുള്ളിൽ തന്നെ ഒരു ലോകമാണ്. ഇവിടെ വന്നാൽ ഇവിടെ റൂം എടുത്ത് നിൽക്കാട്ടോ. അതപ്പൊ നേരെ ഗംഗയില് നടക്കുമ്പോ കാണുകയും ചെയ്യാം. So many people. See. Good, no? Yes. Okay, അവലിപ്പം നോക്കിയ മല ഇവിടെയുള്ള അതിന്റെ ഇവിടെ പരമാർത്ഥ നികേതന്റെ മുന്നിലുള്ള റൂം റിസർവേഷൻ കൗണ്ടറിന്റെ മുമ്പിലാണ് നമ്മള്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ 15 ദിവസം തൊട്ടിട്ട് ഒരു മാസം മുമ്പ് ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം. നോൺ എ സിക്ക് 800 രൂപ, എ സിക്ക് 1000 രൂപ. ഇവിടെ ഭക്ഷണവും എല്ലാം സംഭവങ്ങളുണ്ട്. 15 ദിവസം മുമ്പ് നമ്മൾ വിളിക്കണം കേട്ടോ ബുക്ക് ചെയ്താലും. ഇത് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗംഗാജിയുടെ അടുത്ത് തന്നെ താമസിക്കാം. ഇവിടെ ഓരോ പരിപാടികളുണ്ട്. രാവിലെ തന്നെ മെഡിറ്റേഷൻ ഉണ്ട്, യോഗയുണ്ട്. പിന്നെ നമുക്ക് അതിൽ താല്പര്യം അതിലും ചേരാം. അങ്ങനെ നല്ലൊരു എന്താ പറയാ സ്പിരിച്വൽ റിട്രീറ്റ് വേണം എന്നുള്ളവർക്ക് ഇവിടേക്ക് വരാം. ഇവിടെ ഓരോ പ്രോഗ്രാം, ഇപ്പൊ ഇവിടെ നവരാത്രി നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നവരാത്രിക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് വേണ്ടവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. അതല്ല അവരുടെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ടാക്സി സർവീസിനും പ്രത്യേകമായിട്ട് ടേബിൾ അവൈലബിൾ ആണ്. അപ്പൊ ആൾക്കാർക്ക് ഇവിടെ വന്നതിന് ശേഷം വേണമെങ്കിലും ഓരോ പ്രോഗ്രാമിന് വേണ്ടി തീരുമാനിക്കാൻ പോകാം. ഓക്കെ.